എന്താണ് പാലക്കാട്ടെ ഗ്രൗണ്ടിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സാനിയോ മനോമിയും അൽ അമീനും ഇക്ബാൽ അറക്കലും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഗുഡ് ഈവനിങ് ഗൈസ്. ഞാൻ ആദ്യം CPIM ക്യാമ്പിലേക്ക് ഒന്ന് പോവുകയാണ്. സാനിയോ മനോമി, ഗുഡ് ഈവനിങ്. CPIM ആരോപണങ്ങൾ വോട്ടെണ്ണി തീർന്നിട്ടും നിർത്തുന്നില്ലല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇപ്പോഴേ ഈ ആയുധം തുടർച്ചയായി പ്രയോഗിക്കുക എന്ന തന്ത്രത്തിലേക്കാണോ CPIM എത്തുന്നത്? സുജയ, അതുതന്നെയാണ്. അതായത് മണ്ഡലത്തിൽ ഉടനീളം ഈ കാലയളവിൽ SDPI ജമായത്തെ ബന്ധമുണ്ട്, അത് UDF പരസ്യമായി തള്ളിപ്പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കായിരുന്നു LDF നേതൃത്വം കൊടുത്തത്. അതിനുശേഷം അത് മണ്ഡലത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോഴേക്കും, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്കുള്ള ഇലക്ഷൻ വരുമ്പോഴേക്കും ഈ കാര്യം ശക്തമായി ഉന്നയിക്കാനുള്ളൊരു തീരുമാനമാണ് LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണമായി വരുന്നത് കഴിഞ്ഞ ദിവസത്തെ പാലക്കാട് ഇന്നലെ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ വിജയിക്കുമെന്നുള്ള സൂചന ഉറപ്പായ സമയത്ത് തന്നെ SDPI നഗരത്തിൽ കൊടിയും ഉപയോഗിച്ച് പ്രകടനം നടത്തി എന്നുള്ള കാര്യമാണ്. അത് LDF പറയുന്നത് SDPI വോട്ടില്ലാതെ UDFന് വിജയിക്കാൻ കഴിയില്ല, SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ബാങ്കാണ് UDFന്റെ ലക്ഷ്യം എന്ന തരത്തിലേക്കാണ് LDF പറയുന്നത്. അപകടകരമായ വിജയമാണ് സംഭവിക്കുന്നത്. ഇന്നലെ ഈ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അപകടകരമായ ഒരു വിജയമാണെന്ന് LDF CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SDPI ആദ്യം തന്നെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് UDFനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പ്രശ്നവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം UDF പ്രവർത്തകരൊക്കെയും പ്രകടനമായി വരുന്നതിന് മുൻപേ തന്നെ നഗരത്തിൽ പ്രകടനം നടത്തിയതാണ് SDPI. സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും അത്തരത്തിൽ SDPI ബന്ധം പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോ ഇതുവരെയും SDPI വോട്ട് വേണ്ട അല്ലെങ്കിൽ മത തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന തരത്തിൽ സംസാരിച്ചിട്ടില്ല. എല്ലാവരുടെയും വോട്ട് എന്നുള്ള തരത്തിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി നിലപാട് വ്യക്തമാക്കാത്തവരാണ് ഇത്തരത്തിൽ ഈ വർഗീയ ചേരികളുടെ വോട്ട് വാങ്ങി വിജയത്തിലേക്ക് എത്തുന്നത് എന്നൊരു നിലപാടാണ് CPMന് മൊത്തത്തിലുമുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറിയും ഇന്ന് അക്കാര്യം തന്നെ പറഞ്ഞു. കൂടാതെ സരിൻ, LDF സ്ഥാനാർത്ഥി P സരിൻ തന്നെ പറഞ്ഞത് വർഗീയതയുടെ വിളനിലമാക്കി അതിൽ നിന്നാണ് UDF വോട്ട് കൊയ്തത് എന്നുള്ളതാണ്. ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നു എന്ന് പറയുന്നവർ BJPയുടെ വോട്ടും മറിച്ചു വാങ്ങി, ഒപ്പം തന്നെ ഈ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള വോട്ടുകളും വാങ്ങി എന്നുള്ളൊരു ആരോപണവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ അത് വലിയ ചർച്ചയാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിനുള്ള സൂചനകൾ തന്നെയാണ് ഇടതുമുന്നണി ഇപ്പോൾ നൽകുന്നത്. ഓക്കെ, താങ്ക് യു സാനിയോ.